ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ എസ്സിയെ പരാജയപ്പെടുത്തിയത്. തുടർ തോൽവികൾക്ക് ശേഷം വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. മുഖ്യ പരിശീലകനായ മിക്കേൽ സ്റ്റാറയെ ക്ലബ്ബ് പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസർവ് ടീമിന്റെ പരിശീലകനായിരുന്ന തോമസ് ടോറസ് ആയിരുന്നു ആ ഒരു സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനായ TG പുരുഷോത്തമനും ക്ലബിനെ പരിശീലിപ്പിക്കാൻ ഉണ്ടായിരുന്നു. മുഹമ്മദൻ എസ്സിയെ പരാജയപ്പെടുത്തിയത് കൊണ്ട് തന്നെ വലിയ പ്രശംസകളാണ് ഇപ്പോൾ തോമസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിശീലന മികവിനാണ് പ്രശംസകൾ ലഭിക്കുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് തോമസ്. 2020 മുതൽ അദ്ദേഹം ക്ലബിനോടൊപ്പം പ്രവർത്തിച്ചു പോരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരങ്ങളെ അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 6 മാസക്കാലത്തേക്ക് അദ്ദേഹത്തെ സ്ഥിരമായി നിയമിക്കണമെന്ന് ചില വിഭാഗം ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ നമുക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ തോമസിന് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം നൽകണമെന്നാണ് പല ആരാധകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇതിനെ എതിർക്കുന്നവരും ഇപ്പോൾ സജീവമാണ്. തോമസിന് ഇത്രയധികം ഹൈപ്പ് നൽകേണ്ടതില്ല എന്നാണ് ഒരു കൂട്ടം ആരാധകർ വാദിക്കുന്നത്. കാരണം മുഹമ്മദൻ എസ്സിയെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ഒരു ക്ലബിനെയാണ് തോമസിന് കീഴിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റാറയ്ക്ക് കീഴിൽ കളിക്കുകയാണെങ്കിലും ഇതേ റിസൾട്ട് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ മത്സരം വെച്ചുകൊണ്ട് മാത്രം തോമസിനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്നാണ് ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ജംഷഡ്പൂർ FC-ക്കെതിരെയാണ് കളിക്കുക. തോമസിന് മുന്നിലുള്ള ഒരു യഥാർത്ഥ പരീക്ഷണം അത് തന്നെയാണ്. ആ മത്സരം അദ്ദേഹം എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് എന്നാണ് ഒരു കൂട്ടം ആരാധകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും പരിശീലകന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്ലബിന് അനുയോജ്യമായ ഒരു പരിശീലകനെ ഇതുവരെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.